എല്ലാവർക്കും KL4 മീഡിയയുടെയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്തുമസ് ആശംസകൾ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിയോഗ പ്രാർത്ഥനയുടെ 25ാമത്തെ ദിവസം ആണ് ഇന്ന്. അതായത് നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ സമാപന ദിവസമാണ് ഇന്ന്. ഇന്നീ പ്രഭാതത്തിൽ നമ്മളെല്ലാം ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിൽ പ്രാർത്ഥനയോടെ ഒരുങ്ങി സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഈ വലിയ അവസരത്തിന്, ഈ വലിയ സമയത്തിന് നമുക്ക് ദൈവത്തോട് മനസ്സ് തുറന്ന് നന്ദി പറയാം. കാരണം 25 ദിവസം ദൈവം നമ്മളോട് സംസാരിച്ചു. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. നമ്മെ ദൈവം ആശ്വസിപ്പിച്ചു. ദൈവത്തിൻ്റെ സമാധാനം എന്തെന്നറിഞ്ഞ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അറിഞ്ഞ പ്രാർത്ഥനയുടെ അനുഗ്രഹീത ദിവസങ്ങൾ ആയിരുന്നു. ഈയൊരു നല്ല സമയത്ത്, ഇന്നത്തെ ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പായി ഇതിൽ പങ്കെടുത്ത 25 ദിവസവും പങ്കെടുത്ത് പ്രാർത്ഥിച്ച എല്ലാ വ്യക്തികൾക്കും, എല്ലാ കുടുംബങ്ങൾക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് വലിയ നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും ദൈവാനുഗ്രഹവും അറിയിക്കുന്നു. ഈ നാളുകളിൽ 25 ദിവസം ദൈവം ചെയ്തു തന്ന, പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്ത വിധത്തിലുള്ള ദൈവപ്രവർത്തികൾ കണ്ട അത്ഭുത ദിവസങ്ങൾ തന്നെയായിരുന്നു. ഈ പ്രാർത്ഥനാ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുത്തവരും ഫോൺ വിളിച്ച് ഇത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞവരോടും എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവവചനം കേൾക്കാം. നമ്മൾ ഇന്ന് ഈ നിയോഗ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നാം കേൾക്കാൻ പോകുന്ന വചനം ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 12-ാമത്തെ വാക്യം. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 12-ാമത്തെ വാക്യം. കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുൻപിലത്തേതിനേക്കാൾ ധന്യമാക്കി. അവന് 14,000 ആടുകളും 6,000 ഒട്ടകങ്ങളും 1,000 ഏർക്കാളകളും 1,000 പെൺകഴുതകളും ഉണ്ടായി. നമുക്ക് ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കാം. പൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു ജോബ്. അവന് 7,000 ആടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ജോബിന് മുമ്പത്തേതിനേക്കാൾ ഇപ്പോൾ വലിയ സൗഭാഗ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. അന്ന് 7,000 ആടുകളായിരുന്നു എങ്കിൽ ഇന്ന് അതിനെ 14,000 ആക്കി ദൈവം അനുഗ്രഹിച്ചു. അവന് നേരത്തെ ഉണ്ടായിരുന്നതിന് ഇരട്ടിയായ ഭൗതിക നന്മയാണ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഒന്നുകൂടി നോക്കൂ. അവസാന അധ്യായം മുൻപിലത്തേതിനേക്കാൾ ധന്യമായി എന്ന് ഉണ്ട്. ഈ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമായി മാറുന്നു. നിങ്ങൾ ഇങ്ങനെ പറയണം: എൻ്റെ ജീവിതത്തിൽ സാക്ഷ്യം പറയാനുള്ള ഒരു അനുഭവം നൽകണമേ കർത്താവേ. കഴിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും ബിസിനസ് കൈകാര്യം ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും, അല്ലെങ്കിൽ പണം കൈകാര്യം ചെയ്യാനുള്ള മികവ് കൊണ്ടും ആളായി എന്നല്ല. നല്ല കർത്താവ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ 25 ദിവസം വചനം കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും നാളെ ഒരു സമയത്ത് ഈ വചനം കേട്ട് പ്രാർത്ഥിച്ച് നിങ്ങൾക്കും പറയാൻ കഴിയും: മുൻപിലത്തേതിനേക്കാൾ ഇരട്ടിയായി ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു എന്ന്. നിങ്ങളുടെ ജീവിതത്തെ നോക്കി, ആരോഗ്യത്തെ നോക്കി, സമ്പത്തിനെ നോക്കി, മക്കളെ നോക്കി, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, എൻ്റെ ശേഷിച്ച ജീവിതം, ഈ വചനത്തിലൂടെ പ്രാർത്ഥിച്ചിട്ട് ജീവിതത്തെ ദൈവം ധന്യമാക്കി എന്ന് പറയാൻ ഇടവരും. അങ്ങനെയാണെങ്കിൽ 1-ാം അധ്യായം അടുത്ത ഭാഗം നമുക്ക് നോക്കാം.
7000 ആടുകളും 3000 ഒട്ടകങ്ങളും 500 ജോഡി കാളകളും 500 പെൺകഴുതകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ജോബിനെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ 14,000 ആടുകളും 6,000 ഒട്ടകങ്ങളും 1,000 ഏർക്കാളകളും 1,000 പെൺകഴുതകളും ഉണ്ടായി. എല്ലാം ഇരട്ടിയായി വന്നു, ഇരട്ടിയായി മാറി. കർത്താവ് അവൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ചപ്പോൾ നഷ്ടങ്ങൾ മാറി, എല്ലാം ഇരട്ടിയായി ലഭിച്ചു. എന്ത് നഷ്ടത്തിലോ എന്ത് വിഷമങ്ങളിലാണോ നിങ്ങളുടെ ജീവിതം ഉണ്ടായിട്ടുള്ളത്, മുൻപുള്ളതിനേക്കാൾ ധന്യമാക്കുന്ന ഒരു ദൈവിക സാന്നിധ്യം, ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഉണ്ടാകും. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങളുടെ വീടിനെ, കുടുംബത്തെ, നിങ്ങളുടെ സാഹചര്യത്തെ എല്ലാം ഈ വചനത്തോട് ചേർത്ത് വയ്ക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുക, എൻ്റെ നഷ്ടങ്ങളൊക്കെ മാറട്ടെ. എനിക്ക് ഇന്നലെ ഉണ്ടായതിനേക്കാൾ ഇരട്ടി തരാൻ കഴിവുള്ള ദൈവമാണ് എൻ്റെ കൂടെയുള്ളത്. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ജോബ് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഒരാളെ മാത്രം നഷ്ടപ്പെട്ടിട്ടില്ല. ദൈവത്തെ മാത്രം ജോബ് ഉപേക്ഷിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നഷ്ടങ്ങൾ വരുമ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങൾ ദൈവത്തെ ഉപേക്ഷിക്കരുത്. അങ്ങനെ ഉപേക്ഷിക്കുന്നവരുണ്ട്, അങ്ങനെ നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നഷ്ടങ്ങൾ മാറിയിരിക്കും. ദൈവത്തെയാണോ നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നത്, പ്രതികൂലവും പ്രതിസന്ധിയും തീർച്ചയായും മാറിയിരിക്കും. നിങ്ങൾക്ക് ഇതുപോലെ പറയാൻ പറ്റും: എൻ്റെ ദൈവത്തെ ഞാൻ ചേർത്ത് പിടിച്ചതുകൊണ്ട് ഇന്നലത്തേതിനേക്കാൾ, കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ എൻ്റെ ദൈവം എൻ്റെ കുടുംബജീവിതം, എൻ്റെ മക്കളുടെ കാര്യം, എൻ്റെ ജീവിത പങ്കാളിയുടെ കാര്യം, സമ്പത്തിൻ്റെ കാര്യം, ആരോഗ്യത്തിൻ്റെ കാര്യം, എൻ്റെ എല്ലാ മേഖലകളിലും എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തെ ധന്യമാക്കി, അനുഗ്രഹിച്ചു എന്ന് കണക്കിട്ട് കണക്ക് പറയാൻ നിങ്ങൾക്ക് സാധിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം ഇടയാക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങൾ 25 ദിവസം പങ്കെടുത്ത ഓരോ വ്യക്തികളും ഈ വചനത്തോട് നിങ്ങളുടെ നിയോഗം ചേർത്ത് വയ്ക്കുക. ആയിരക്കണക്കിന് കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, യുവതി-യുവാക്കൾ, മാതാപിതാക്കൾ, അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, നാനാജാതി മതസ്ഥരായിട്ടുള്ളവർ എല്ലാവരെയും, എല്ലാ സഹോദരരെയും മാതാപിതാക്കളെയും കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ആരാണെന്നോ, ആരൊക്കെയാണെന്നോ, എവിടെയുള്ളവരാണെന്നോ കുറേ പേർ എന്ന രീതിയിലല്ല, ആത്മീയ കുടുംബത്തിൻ്റെ ഭാഗമായി കണ്ട്, എൻ്റെ കുടുംബത്തിലെ ഒരാളായി കണ്ട് പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതാണ്. ഈ 25 ദിവസവും ദൈവമേ, അങ്ങ് തന്ന അനുഗ്രഹങ്ങൾക്കും അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾക്കും നന്ദി പറയുന്നു. കർത്താവെ, 25 ദിവസവും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർ എഴുതിയിട്ട 3 നിയോഗങ്ങൾ ഈ ആയിരക്കണക്കിന് ആളുകൾക്ക് സാധിച്ചു കിട്ടിയതും സാധിച്ചു കിട്ടാതെ വീണ്ടും പ്രാർത്ഥിക്കുന്നതുമായ എല്ലാ നിയോഗങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ അത്ഭുതമായി മാറും. അത് തീർച്ചയായും നിങ്ങൾക്ക് ഒരു അനുഭവമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരാധിച്ച ആരാധനയും സമർപ്പിച്ച സമർപ്പണങ്ങളും ഒന്നും വെറുതെയാകില്ല. എല്ലാത്തിനും ഉത്തരമുണ്ട്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾക്ക് കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന് യേശു തന്നെയാണ് പറഞ്ഞത്. യേശു തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ വചനത്തോട് ചേർത്ത് വെച്ച എല്ലാ നിയോഗങ്ങളും തീർച്ചയായും സാധിച്ചു കിട്ടും. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സാധിക്കുന്നിടത്തോളം എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക.
കർത്താവേ, ഞങ്ങൾക്കൊരുക്കി തന്ന ഈ പ്രാർത്ഥന ഇതിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുഞ്ഞു മുതൽ ഏറ്റവും പ്രായമുള്ള ഒരാൾ വരെ ആരൊക്കെയുണ്ടോ അവരെ സ്നേഹത്തോടും ബഹുമാനത്തോടും പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നൽകുന്നു. നൽകിയ പ്രോത്സാഹനത്തിനും പ്രാർത്ഥനയ്ക്കും നന്ദി നിറഞ്ഞ മനസ്സോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഒത്തിരി കുടുംബങ്ങളെയും വ്യക്തികളെയും ഓർത്ത് നന്ദി പറയുന്നു. ഈ വചനം അവർക്ക് ഒരു അനുഗ്രഹമായി മാറ്റിക്കൊടുത്തതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഒരുക്കേണമേ. പരിശുദ്ധാത്മാവേ, നന്ദി പറയുന്നു. ഇനിയും ഈ പ്രാർത്ഥന ഇവർക്ക് ഒരു അനുഗ്രഹമായി മാറ്റണമേ. ഇനിയും ഇവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഏതൊരവസ്ഥയിലും ഏതൊരു വ്യവസ്ഥകളും കൂടാതെ സ്നേഹിക്കുന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നിങ്ങളെല്ലാവരും വിശുദ്ധ ബൈബിളിൽ വച്ചിരിക്കുന്ന നിങ്ങളുടെ നിയോഗ പേപ്പർ കയ്യിലെടുത്ത് അതിൽ വിശ്വാസത്തിൻ്റെ അടയാളമായ കുരിശടയാളം വരച്ച് ഈ വചനത്തോട് ചേർത്ത് വെച്ച് നമുക്ക് നിയോഗ പ്രാർത്ഥന ചൊല്ലാം. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. എല്ലാവർക്കും ഒരുമിച്ച് ഏറ്റുപറയാം. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, എനിക്കിത് സാധിച്ചു തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥന തുടരാം. പരിശുദ്ധ കന്യകയായിരുന്ന അങ്ങേക്ക് ദൈവമാതാവ് ആകുവാൻ കൃപ ലഭിച്ചിട്ടും ഇളയമ്മയായ എലീശ ഗർഭിണിയാണെന്ന് അറിഞ്ഞ നിമിഷം അവളെ ശുശ്രൂഷിക്കാൻ പോയ അമ്മയുടെ വിനയത്തെ ധ്യാനിച്ചുകൊണ്ട് ഈ ദിവസത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഞങ്ങൾ എളിമയും വിനയവും ഉള്ളവരായി പരസ്പര സ്നേഹത്തിൽ ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. അമ്മയുടെ മുൻപാകെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യകെ, അങ്ങയുടെ വിസ്മയാവഹമായ എളിമ ഞങ്ങളെ പലപ്പോഴും ലജ്ജിതരാക്കുന്നു. അങ്ങയുടെയും അങ്ങയുടെ തിരുക്കുമാരൻ്റെയും എളിമ അനുകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ അഹങ്കാരത്താൽ അവിടുത്തെ ദിവ്യസുതനെ പലപ്പോഴും ഞങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ട്. അവയ്ക്കെല്ലാം പരിഹാരം അർപ്പിച്ച് വിശ്വസ്തതപൂർവം ഈശോയെയും ദൈവമാതാവായ അങ്ങയെയും സേവിച്ച് സ്നേഹിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. അതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുറവുകളും പോരായ്മകളും ബലഹീനതകളും ഞെരുക്കങ്ങളും സങ്കടങ്ങളും എല്ലാ ജീവിത നിയോഗങ്ങളും അമ്മയുടെ സന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് ഏറ്റവും എളിമയോടെ അമ്മയുടെ സഹായം തേടുന്നു. കൃപാസനം മാതാവേ, അങ്ങയുടെ കരുണയായി ഈ മക്കളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, രക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.